അപ്പോൾ ഇന്ന് ഞാനങ്ങനെ ഒരു ചക്ക വെട്ടാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഒന്നല്ല, ഇവിടെ 2-3 പ്ലാവുണ്ട്. കയറിയിട്ട് എല്ലാത്തിലും ചക്കയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏതിലെന്നാണ് ചക്ക കിട്ടുക എന്ന് വെച്ചാൽ അതിൽ കയറിയിട്ടങ്ങ് വെട്ടിപ്പറിക്കാൻ പോവുകയാണ്. ചക്ക വെട്ടണം, അവിക്കണം, പച്ച തിന്നണം, അങ്ങനത്തെ പരിപാടികളിലോട്ടാണ് ഇന്ന് കിടക്കാൻ പോകുന്നത്. കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും കണ്ടിരിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇത് വരിക്കപ്ലാവാണ്. ഫോക്കസ് ആവാൻ എന്തായാലും മടി. ഇത് കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചില്ല, പക്ഷേ ഇപ്രാവശ്യം ഇഷ്ടം പോലെ ഇല്ലെങ്കിലും അത്യാവശ്യം ചക്കയുണ്ട്. അത് വരിക്കപ്ലാവാണ്. അപ്പോൾ അതുകൊണ്ട് അതിലോട്ട് കൈവെക്കുന്നില്ല. മാറിക്കോ. ഇത് കണ്ടില്ലേലും അതിൽ ഇഷ്ടം പോലെ ചക്കയുണ്ട്. അതിലും മേലെ തൈല് കയറാം. അതിലാകുമ്പോൾ അവിക്കാൻ നല്ല ചക്കയുണ്ട്. ഉണ്ടാവാനാണ് സാധ്യത. അപ്പോൾ ഈ അലക്കൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുണ്ടാകുന്നുണ്ട്. ഞാൻ വില്ലുണ്ടാക്കാൻ വേണ്ടി വെട്ടിട്ട് അലക്കാണ്. അതിനാരവിടെ എടുത്ത് വെച്ചിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഞാൻ എനിക്ക് പിടിച്ച ഒരു അടിമേനെ വേണം. ഇത് അവിടെ നിന്ന് വീണ് കിടന്ന ഒരു പച്ചച്ചക്ക വീണിട്ട് അവിടെ പന്നി കുഴിയെടുത്തതാണ്. ഇതിലിഷ്ടം പോലെ ചക്കയുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഇത് വിളഞ്ഞ ചക്കയാണ്. ഇത് പഴുത്ത ചക്കയാണ്. അങ്ങോട്ടൊന്നും കണ്ടുപോലും കൂടാ. എന്തായാലും ഞാൻ കയറി വെട്ടിയിട്ട് കാണാം. ഞാനങ്ങനെ ഇതാ വെട്ടാൻ പോവുകയാണ്. അടുത്തുക. ഞാൻ നേരത്തെ ഒന്ന് വെട്ടി കണ്ടതാണ്. അരക്ക് ഇത് കണ്ടേ, വിളഞ്ഞ ചക്കയാണ്. നല്ലൊരു മഞ്ഞ കളർ. ഇതിനെ ഇവിടെ നിന്ന് വെട്ടിത്തുടങ്ങാം. വെക്കുവോ? ഇത് മണ്ടയിലോട്ടൊന്നും കയറാൻ വയ്യ. ഇതൊരു പൈസതാകുന്നു. ആർക്കോ പിന്നാലും കൊള്ളൂല. അയ്യോ, കായാക്കി വെച്ചാൽ അടുത്താണ് കഴിഞ്ഞടുത്ത മത്സ്യം. ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാമേ. ഈ പ്ലാവ് മൊത്തം മീറാണ്. കണ്ടോ? ഇതിനോടൊക്കെ പൊരുതിയാണ് ഞാൻ എൻ്റെ മണ്ടയിൽ കയറാൻ പോകുന്നത്. കടിച്ച് പറിച്ച് കണ്ട കാലിലൂടെയൊക്കെ ഇഷ്ടം പോലെ. എന്താ ഇത് പിടിച്ചോ? സർജിക്കൽ സ്ട്രൈക്കായിരിക്കണം. ഒറ്റക്കേറ്റം ഒറ്റ വെട്ടി നോക്കട്ടെ. അതും വളഞ്ഞു. നിർത്താൻ നിലവിലാക്കം കുറവുണ്ട്. എന്നാലും വേണ്ട. ഞാൻ തിരുവിതാ കുറേ വെട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഞാൻ തോർക്കൊണ്ടതാണ്. ഇതൊക്കെ വാരിക്കല്ലോ. അപ്പുറത്ത് കെട്ടാൻ കൊണ്ടുവരാം. കെട്ടാൻ കൊണ്ടുവരാം. അപ്പം അടുത്തത്തെ ചക്കയൊക്കെ വാരി കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ചക്ക ചെത്തിയെടുക്കുന്ന ഒരു പ്രത്യേകതരം രീതിയിലാണ്. ആദ്യം ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയും ചെത്താം, അല്ലാതെ വെട്ടി മുറിച്ചിട്ട് അങ്ങനെയും എടുക്കാം. ഞാനിങ്ങനെയാണ് ചെത്തി കാണിക്കുന്നത്. അതിന് ഇതുപോലൊരു കമ്പെടുക്കണം. എന്നിട്ട് കൂട്ടെടുക്കുക, കൊണ്ടുവരിക. നമുക്ക് ചെത്താനുള്ള ചക്കയുടെ കാമ്പിലേക്ക് ഇങ്ങനെ അടിച്ചിറക്കുക.
എന്നിട്ട് ഇങ്ങനെ എടുക്കുക, വെക്കുക, തോട് വെട്ടിക്കളയുക. ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മടലിന് ആദ്യം പുറത്തുനിന്ന് ചെത്തിക്കളയണം. എന്നിട്ട് ഇല വെച്ചിട്ട് തുടച്ച് അരക്കി കളയണം. സിമ്പിൾ പരിപാടിയാണ്. ഇങ്ങനെയും ചെയ്യാം, മറ്റേ കണക്കും ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കുട്ടവരുടെ പേര് ചക്കരക്കൊന്നും പറഞ്ഞു പോകാനുണ്ട്. പിന്നെ കൊച്ചിനടിച്ചാണ്. ഓഹോ, ഈ ചക്ക ചെത്തുമ്പോൾ കപ്പയിൽ വെള്ളവും കൂടി ചെത്തുകയാണെങ്കിൽ ഇരക്കാവൂല. വെള്ളം കൂട്ടാത്തത് കൊണ്ട് ചക്കയും വെട്ടിയിട്ട് കപ്പയിൽ അരക്ക് മൊത്തം എണ്ണ വെച്ച് തുറക്കെടുക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ഇരോ ഒരു പീസ് ഞാനങ്ങനെ പുറത്തെടുത്തിട്ടുണ്ട്. വാവ് ഇല്ലേ, അരക്ക് തുടക്കട്ടെ. ഓ മനോഹാരിത. കയ്യിൽ പൊടി. ഇത്രയും ഒരു 5-6 ചക്ക, 2, 4, 6 ചക്ക വെട്ടി. പക്ഷേ ഇത് മൊത്തം പച്ച തിന്നാനേ ഉള്ളൂ. കേൾക്കണോ? അതെന്നോ എല്ലാ ചക്കകളും ചെത്തി വെച്ചിട്ട് അരക്കി പിടിക്കാം. അടായോ അങ്ങനെ സാഹസികമായിട്ട് ചെത്തി എല്ലാത്തിനെയും ചെത്തി വെച്ചിട്ടുണ്ട്. ചെത്തി ഇതിൻ്റെ അരക്കം പിടിച്ച് വെച്ചിട്ടുണ്ട്. അരക്ക് തുടച്ച് കളഞ്ഞ് ഇനി അതിൻ്റെ അരക്ക് തുടയ്ക്കണം. അത് എങ്ങനെ തുടയ്ക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇലയെടുക്കുക, വെക്കുക, അതിൻ്റെ അരക്കുള്ള ഭാഗത്തേക്ക് ഇങ്ങനെ വരച്ചരച്ചരച്ച് തുടച്ച് കളയുക. ഇത് ഇത്രയേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ്. പിന്നെ തുടച്ച് കളഞ്ഞാൽ അത്യാവശ്യം വെട്ടിയെടുത്തിട്ട് അവസാനം കയ്യിലൊക്കെ ഒന്ന് അരക്കിട്ട് വെളിച്ചെണ്ണ ഇട്ടൊന്ന് തുടയ്ക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പ്രതീതമാവുന്നത്. എന്താ ഇവിടെ കരക്കിരിക്കുന്നതാണ്, ഇവനെങ്ങനെ പിടിച്ചത്? എൻ്റെ കൈ മൊത്തം അരക്കായാലും. എന്തായാലും അരക്ക് പിടിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കൊണ്ടുപോകണം, കൊണ്ടിട്ട് വെട്ടണം, വെട്ടിന്ന് മറിക്കണം ഇല്ലേ. അതിൽ ലേശം അരക്കുണ്ട്, അതിനൊന്ന് പിടിച്ച് കളയാം. ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. എല്ലാം കൊണ്ട് പരമ്പക്കെട്ട് വെച്ചിട്ടുണ്ട്. ഇനി വെട്ടിപ്പുളക്കണം. ഇനി ലാഗത്തി എടുക്കാം. പാടായിപ്പോ എന്നാ പറമ്പ് എന്ന് എൻ്റെ കഥം ആയേക്കാ പിടിക്കും. കൊടുത്തിട്ട് വരക്കായല്ലോ. ഒരു കൊച്ച് അങ്ങോട്ടാണ്.
കണ്ടോ 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 ഓ കണ്ടു ഇല്ല കണ്ടു ഇതൊക്കെ ചെറിയ വിളവ് കുറവ് അപ്പുറം ഞാൻ തട്ടിയിട്ടേക്കാം നമ്മൾ വെട്ടിയിട്ടിരിക്കുന്ന എത്രയും ചക്ക ഒരു കള പോലും അവിക്കാതെ പച്ചക്ക് തിന്നാൽ തിന്ന് തീക്കാനുള്ള കഴിവുണ്ട് ഇവിടെ ഉള്ളവർ പച്ചച്ചക്ക ഉയിരി നീര് കടിക്കുന്നു ഇവിടെ വെച്ച് നൈസായിട്ട് അങ്ങ് നിർത്തിയിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഇതെല്ലാം കൂടെ തട്ടിയിട്ടിട്ട് കുരുവും ചുള്ളയെടുത്ത് മാറ്റാൻ പോവുകയാണ്. എന്നാ പിടിച്ചാണ് നീ അതൊന്ന് കാണിക്കും. ഇപ്പം കാണാം അയ്യോ എന്നിട്ട് വേറെ ആരും ഇല്ല. നമ്മളിന്ന് പറിച്ചെടുക്കണം. ഇതിൻ്റെ ആദ്യത്തെ ചുള ഞാൻ തന്നെ ഇറക്കിയിട്ടിരിക്കുന്നു. വാവ് അമേസിങ്. അതിനൊരാണെന്ന് ഞാൻ കുരുവും ചുള്ളത്തിട്ടിട്ട് പോകും മഴ പെയ്തില്ലെങ്കിൽ. എനിക്ക് വേറൊരു വീഡിയോ എടുക്കണം. ഇങ്ങനെ അപ്പുറത്ത് തന്നെ എടുക്കാൻ ഇതപ്പടി കാണാനല്ല കാര്യം ഞാൻ പറഞ്ഞു പോവുകയാണ് പറയണായിരിക്കണം. ചക്കളെല്ലാം ഞാൻ അങ്ങനെ പറക്കി എടുത്തിട്ടുണ്ട്. എല്ലാം പറക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇന്ന് അവരുടെ അവസ്ഥ. ഇനി എങ്ങനെ വേവിക്കണമെന്നൊക്കെ അവർ വന്ന് തീരുമാനിക്കട്ടെ. കോഴിക്ക് ഗോതമ്പിട്ടപ്പോൾ കഞ്ഞി വെക്കണം. ഒരു ദിവസം ഗോതമ്പ് കഞ്ഞി. ആ നമ്മുടെ കോഴിക്ക് ഞാൻ വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രാൻഡ് ന്യൂ ഹോം കൂട്. അതാണ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ. അപ്പോൾ അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഞാൻ ഭയങ്കര വിപുലമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ പാളിപ്പോയി. ഇവിടെ പാട്ട് കേൾക്കുന്നു. അപ്പം അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്താ വീഡിയോ അത് നിർത്തിയിരിക്കുകയാണെന്ന വിവരം ഞാൻ എന്താ സന്തോഷം അറിയിച്ചു. അപ്പോൾ ഇവിടുത്തെ വേറൊരു സാധനമുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ 2 വണ്ടി ഇവിടെ ഞാൻ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വണ്ടി കാണാൻ വേണ്ടി വണ്ടി കാണിച്ചു തരാം. അപ്പോൾ അതിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു റീലെടുത്ത് കളയപ്പോൾ അവിടെ പോകണം. റീലെടുക്കണം, ഇടണം. കുട്ടപ്പനേക്ക് കൊഞ്ചും കണ്ണും വെച്ച് ഓടിക്കോ. ഞാൻ അങ്ങനെ വണ്ടി കാണാൻ വരികയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അത് സ്റ്റിയറിംഗ് ഇല്ല. ആ ഇത് സ്റ്റിയറിംഗ് പറത്ത് വെച്ചിരിക്കുന്നു തോന്നുന്നു. ഇത് റൈറ്റ് ഹാൻഡോ അത് ലെഫ്റ്റ് ഹാൻഡോ ആണെന്ന് തോന്നുന്നു. ഇതാണ് അതിമനോഹരമായൊരു വണ്ടി. സ്റ്റിയറിംഗ് ഇല്ലാത്ത വണ്ടിയാണ്. മനോഹരമായൊരു വണ്ടിയാണ് കാണുന്നത്. സ്റ്റിയറിംഗ് പറിച്ചുകൊണ്ടാണ് അവൻ ഓടിയത്. ഈ വണ്ടി ഞാൻ നോട്ട് ചെയ്യുന്ന പിടിച്ചാണ്. വണ്ടി ഞാൻ നോട്ട് ചെയ്ത് കാണിച്ചു തരാം. ഭയങ്കര സിമ്പിളാണ്. ഇത് കയറാൻ തോന്നുന്നു. അയ്യോ ഓക്കെ. ഓ ഇവരെ പൊക്കമാണ്. ഇവരൊക്കെ ലോറിയ ബസ് ഉണ്ടോന്ന് തോന്നുന്നു. 2 ഗിയറൊക്കെ ഉണ്ട്. 2 ഗിയർ ലിവർ. നല്ല പൊക്കമാണ് സ്റ്റിയറിംഗ്. ലോറിയാണെന്നാണ് തോന്നുന്നത്. പുലിസാണ് ഈ വണ്ടി കയറുന്നതൊക്കെ ഒരുത്താതിരുന്നിട്ട് തന്നെ ലോകം മൊത്തം ചുറ്റിക്കാണാം. ഇവിടെ വേണമെങ്കിലും പോവാം, എങ്ങനെ വേണമെങ്കിലും പോവാം. അതാണ് ഈ വണ്ടിയുടെ ഒരു കഴിവ്. ഇതിൻ്റെ സൃഷ്ടാവിന് ആരാണോ എന്തോ. പക്ഷേ ഈ സാധനം ഇനി അടുത്ത് വന്നാണ്. പക്ഷേ ലിവറിൻ്റെ മണ്ടയിൽ വെച്ച് ഈ സാധനം ഭയങ്കര നൈസ് സാധനമാണ്.
തേയിൻ്റെ കായാണ് അടുത്തിൻ്റെ മണ്ടായി കുത്തി വെച്ചിരിക്കുന്നത്. ടച്ച് ആക്സിലേറ്റർ അതിനൊന്നും കണ്ടില്ലല്ലോ. ഗിയറിങ്ങും ഗിയർ ലിവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ പരിപാടികളാണ്. അങ്ങനത്തെ നൈസായിട്ടുള്ളൊരു വണ്ടിയാണ്. ഈ വണ്ടിയിൽ റീലെടുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് റീൽ ഞാൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അത് കാണണമെങ്കിൽ ഇൻസ്റ്റയിൽ കയറി നോക്കിയാൽ കാണാവുന്നതാണ്. അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ കട്ട് ചെയ്തിട്ട് കട്ടായ നീ കട്ട് ചെയ്താൽ